ഫാമിലി. സോ ഇതാ നമ്മൾ LSSന് വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് വരുന്ന ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആ ഒരു കാര്യങ്ങളാണ് അതാ ഈ ഒറ്റ വീഡിയോസിലൂടെ മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മിസ് ക്വസ്റ്റ്യൻസ് പറയുക, എൻ്റെ മക്കൾ വേഗം വേഗം പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റെഡി അല്ലേ? നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ധാന്യങ്ങളൊക്കെ അളന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ തേക്കുകൊട്ട. നമുക്കറിയാം തേക്കുകൊട്ട എന്താണെന്നുള്ളത്. നുകമുണ്ട്, അതുപോലെ പത്തായമുണ്ട്, പറയുണ്ട്. ഏതാണ് മക്കൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ധാന്യങ്ങൾ ഇങ്ങനെ അളന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തേക്കുകൊട്ടയല്ല, നമുക്കറിയാം. അതുപോലെ നുകമാണോ? നുകം കിളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. തേക്കുകൊട്ട എന്തിനാണ്? വെള്ളം തേവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പത്തായമാണോ? പത്തായത്തിന് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പത്തായം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാനത്തെ നമ്മുടെ പറയാണ് ആൻസർ. ഓക്കെ, കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മാർക്കാണെന്ന് അറിയോ? ഇതിന് 1 മാർക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാർക്ക് നോക്കുക. വീഡിയോ കണ്ട് അവസാനം കഴിയുമ്പോൾ എത്ര മാർക്ക് എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും കോമെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇതിലൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട് മിസ്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നെഹ്റു ട്രോഫി വള്ളംകളി നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? നെഹ്റു ട്രോഫി വള്ളംകളി നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി മുമ്പ് വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് പേരാണെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയോ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ആദ്യത്തെ പേര് കേട്ടോ. പിന്നീടാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ള പേരായിട്ട് മാറിയിട്ടുള്ളത്. അറിയാത്തവര് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് മക്കളെ? നമുക്കറിയാലോ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം സരോജിനി നായിഡു ആണ്. കിട്ടിയോ? എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. അടുത്തത്, അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? യെസ്, അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ് കേട്ടോ. പണ്ഡിത സദസ്, കുറേ അറിവുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ആ ഒരു സദസ് ഉണ്ടാവും അല്ലേ, എല്ലാവരും കൂടി ഇരിക്കുന്നത്. ആ ഒരു സദസ്സിന്റെ പേരെന്താണ് അറിയോ മക്കൾക്ക്? എന്താണ്? യെസ്, നവരത്നങ്ങളാണ് കേട്ടോ. നവരത്നങ്ങളാണ്. ഒന്ന് പഠിച്ചു വെക്കുക, അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിൽ നവരത്നങ്ങൾ 9 പേരാണ് ഉണ്ടായിരുന്നത്. നവം എന്ന് വെച്ചാൽ 9. ഓക്കെ, അപ്പൊ 9 പേരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നവരത്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കിക്കേ, ശരിയായ പദം. നമ്മളോട് ചോദിക്കും, കുറച്ച് വേർഡ്സ് തരും, കുറച്ച് വാക്കുകൾ തരും, എന്നിട്ട് അതിൽ നിന്ന് ശരിയായിട്ട് എഴുതിയിട്ടുള്ള പദം എടുത്ത് എഴുതാനായിട്ട് ചോദ്യം വരും. അപ്പൊ ഇവിടെ കൊടുത്തേക്ക് നോക്കിക്കേ, തുച്ഛം എന്നുള്ള വാക്കാണ്. തുച്ഛം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, കേവലം, കുറച്ച്, വില കുറഞ്ഞ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ തുച്ഛത്തിന് പല രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ എഴുതില്ല അല്ലേ, നമ്മൾ ഇത് എഴുതില്ല. പിന്നെയോ 2, പിന്നെ വരുന്നതാ വെറുതെ ഒരു ചായ എഴുതിയിട്ടുണ്ട്. പിന്നെ ചായൻ്റെ അടിയിൽ വേറൊരു ചായയും കൂടെ എഴുതിയിട്ടുണ്ട്. ഏതാണ് ആൻസർ? ചായൻ്റെ അടിയിൽ വേറൊരു ചായയും കൂടെ എഴുതി. നമ്മൾ അച്ഛൻ എന്നൊക്കെ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് തുച്ഛം. ഓക്കെ, തുച്ഛം എന്ന് ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ വാക്കുകൾ ഇങ്ങനെ തെറ്റിയിട്ട് കൊടുക്കും, പദങ്ങൾ തെറ്റിയിട്ട് കൊടുക്കും. അപ്പം അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും എൻ്റെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കുക കേട്ടോ. അറിയുമെന്നുള്ളത്, വ്യക്തി ആര്? അപ്പോൾ ഒരു വ്യക്തിനെ ആയിരിക്കും, അവരെ പറ്റിയിട്ടുള്ള ക്ലൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും, സൂചനകൾ തന്നിട്ടുണ്ടാവും. എൻ്റെ മക്കൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, എന്നിട്ട് അത് എഴുതാം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു വ്യക്തിനെ പറ്റി പറയുന്നുണ്ട്. സൂചനകളിൽ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓക്കെ, വ്യക്തിയെ തിരിച്ചറിയുക. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ പ്രിയപ്പെട്ട മന്ത്രി. ഓക്കെ, മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ പ്രിയപ്പെട്ട മന്ത്രി, അക്ബറിന്റെ മന്ത്രിയാണ് കേട്ടോ. ഇനി നവരത്നങ്ങൾ എന്ന പണ്ഡിത സദസ്സിലെ ഒരംഗം. അപ്പൊ നവരത്നങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു, പണ്ഡിത സദസ്സിലെ അതിലുള്ള ഒരാളാണ്. അപ്പൊ 2ാമത്തെ ക്ലൂ കിട്ടി. 3ാമത്തെ ക്ലൂ, യഥാർത്ഥ പേര് മഹേഷ് ദാസ്.
ശരിക്കുള്ള പേരാണ് മഹേഷ് ദാസ്. കിട്ടിയോ എൻ്റെ കുട്ടികൾക്ക്? കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ആരാണ് അക്ബർ ചക്രവർത്തിയുടെ മന്ത്രി ആയിരുന്നത്? ഓക്കെ, യെസ്, ആരാണ്? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയവരെല്ലാവരും നമ്മുടെ കോമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ കിട്ടി എന്നുള്ള കാര്യം. അപ്പൊ മിസ് ആൻസർ എഴുതുവാണ്, ബീർബൽ. ആരാണ്? ബീർബൽ. മക്കളെ റെഡി ആയിട്ടുണ്ടോ? കറക്റ്റ് ആയിട്ടുണ്ടോ? യെസ്, ബീർബൽ ആണ് നമ്മുടെ മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബറിന്റെ പ്രിയപ്പെട്ട മന്ത്രി. അപ്പൊ അക്ബറിന്റെയും ബീർബലിന്റെയും ഒക്കെ കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമായിട്ട് പഠിക്കാനുള്ള കഥകളുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഗതകാലം എന്ന വാക്കിന്റെ അർത്ഥം. ഗതകാലം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? അറിയുന്നവർ ഇപ്പൊ തന്നെ നമ്മുടെ കോമന്റ് ബോക്സിൽ ജസ്റ്റ് പറയാം കേട്ടോ. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, കോമന്റ് ബോക്സിൽ ഒന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് പറയാൻ പോവാണ്. ഗതകാലം എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ കാലം എന്നാണ്. എന്താണ്? കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ഭൂതകാലം എന്ന് നമ്മൾ പറയും അല്ലേ. കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തിനെയാണ് എന്ത് പറയാ? ഭൂതകാലം എന്ന് പറയാം. ഭൂതകാലം കേട്ടോ. അപ്പൊ അതുപോലെയാണ് കഴിഞ്ഞ കാലം. കഴിഞ്ഞു പോയ സമയത്തിനാണ് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും പഠിച്ചു വെച്ചാൽ മതി, കഴിഞ്ഞ കാലം. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ഇതാണ്, നോക്കിക്കണ്ടു എന്ന പദം. നോക്കിക്കണ്ടു എന്ന പദം പിരിച്ചെഴുതുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മക്കൾക്ക് വരും. ഓക്കെ, യെസ്. അപ്പൊ രണ്ട് വാക്കുകൾ ചേർത്ത് എഴുതുന്നതാണ്, അതിനെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ചോദ്യം വരും. അപ്പൊ ഇതിനെ ഒന്ന് പിരിച്ചെഴുതാൻ പറ്റുന്ന ഒന്ന് നോക്കിക്കേ. എല്ലാവരും നമ്മുടെ കോമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേ. വീഡിയോ പോസ് ചെയ്തിട്ട് വേഗം ഒന്ന് ടൈപ്പ് ചെയ്തേ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ മിസ് ഇതാ എഴുതാൻ പോവാണ്. നോക്കി. മിസ് ആദ്യം തന്നെ എഴുതുന്നത് ആദ്യത്തെ വാക്ക് അങ്ങനെ തന്നെ എഴുതി കേട്ടോ. നോക്കി എന്നുള്ളത് എഴുതി, എന്നിട്ട് പ്ലസ് ഇട്ടു മിസ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്നറിയോ? ഈ കണ്ടു അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് അങ്ങനെ എഴുതരുത്, തെറ്റിപ്പോവും. അതുകൊണ്ട് അങ്ങനെ എഴുതരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നോക്കി കഴിഞ്ഞിട്ടുള്ള ക. ഈ കാക്കി ഇവിടെ ശക്തി കൂടുതലാണ് അല്ലേ, അത് ഒരുമിച്ചിരിക്കുന്നതാണ്. പക്ഷെ പിരിച്ചെഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു കാ ആക്കിയിട്ട് എഴുതിയാൽ മതി. നോക്കി പ്ലസ് കണ്ടു, രണ്ടും രണ്ട് വാക്കുകളല്ലേ മക്കളെ? നോക്കിക്കേ, രണ്ടും രണ്ട് പദങ്ങളാണ് അല്ലേ. നോക്കി എന്ന് പറയുന്നത് വേറൊരു പദമാണ്, കണ്ടു എന്ന് പറയുന്നത് വേറൊരു പദമാണ്. രണ്ടും ഒരുമിച്ച് വന്നപ്പോഴാണ് നോക്കി കണ്ടു എന്നുള്ള പദമായിട്ട് മാറിയിട്ടുള്ളത്, വാക്കായിട്ട് മാറിയിട്ടുള്ളത് അല്ലേ. ഇതിൽ കാക്ക് വ്യത്യാസം വന്നു അല്ലേ. ഈ കാ എന്താണ്? വേറെ വാക്കായിട്ട് നിന്നപ്പോൾ, വേറൊരു പദമായിട്ട് നിന്നപ്പോൾ അതിന് ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുമിച്ച് നിന്നപ്പോൾ എന്തായി? അതിന് കുറച്ച് ശക്തിയൊക്കെ വന്നു. ഈ പ്ലസിന്റെ അപ്പുറത്ത് കിടക്കുന്ന ആൾക്ക് കുറച്ച് ശക്തിയൊക്കെ വന്നു. അതാണ് നോക്കിക്കണ്ടു എന്നായിട്ട് മാറി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ കുട്ടികൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് രണ്ട് വാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം മിസ്സിന് പറയാൻ പറ്റുന്നുണ്ട്, നോക്കി എന്നും പറയാൻ പറ്റുന്നുണ്ട്, കണ്ടു എന്നും പറയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ രണ്ടെണ്ണത്തിനും വേറെ വേറെ ആയിട്ട് എഴുതാം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ മക്കളുടെ എല്ലാവരും കറക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഉര ചെയ്യുക എന്ന പദത്തിൻ്റെ അർത്ഥം. ഉര ചെയ്യുക. ഉര ചെയ്യുക എന്ന പദത്തിന്റെ അർത്ഥമാണ്. എല്ലാവരും നമ്മുടെ കോമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക കേട്ടോ. എന്താണ് ഉര ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം? മിസ് പറയുവാണ്, പറയുക. കിട്ടിയോ? പറയുക എന്നാണ് ഉര ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. കിട്ടിയോ? കറക്റ്റ് ആയിട്ടുണ്ടോ? യെസ്, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാമ്പഴം എന്ന കവിത ആരുടേതാണ്? മാമ്പഴം എന്ന കവിത എൻ്റെ കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ അല്ലെ, അങ്ങനെ തുടങ്ങുന്ന ഒരു കവിതയാണ്. അപ്പൊ ഇത് ആരാണ് മക്കളെ എഴുതിയിട്ടുള്ളത്? കിട്ടുന്നുണ്ടോ? മിസ് എഴുതാൻ പോവാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണിത് കേട്ടോ. ശ്രീധര മേനോൻ. ഇപ്പൊ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയാണ് മാമ്പഴം. ഓക്കെ, കിട്ടിയല്ലോ. യെസ്, അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏത്? നോക്കിക്കേ, ഇങ്ങനൊരു വാക്ക്, ആ വാക്ക് നമ്മൾ തുച്ഛം പഠിച്ച പോലെ തന്നെ ഒരു വാക്ക് കൊടുത്തേക്കാണ്, മധു. നോക്കിയാൽ മധു എന്ന് വെച്ചാൽ ശരിക്കും തേൻ എന്നുള്ള മീനിങ് ആണ്, തേൻ എന്നാണ് അർത്ഥം. അപ്പൊ ശരിയായിട്ടുള്ള വാക്ക് വേഗം തന്നെ തെരഞ്ഞെടുത്ത് എഴുതാം കേട്ടോ. എഴുതി കഴിഞ്ഞോ? മിസ് പറയാൻ പോവാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, മധു. ഇങ്ങനെയാണ് മധു എന്ന് എഴുതേണ്ടത്. അർത്ഥം എന്താണ്? തേൻ. തേൻ എന്നാണ് അർത്ഥം. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. മിസ് വായിച്ചു തരും, എൻ്റെ മക്കൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ കോമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, സെറ്റ് അല്ലേ? നോക്കിക്കേ, ആനനം. ആനനം എന്ന് വെച്ചാൽ എന്താണ്? മുഖം എന്നാണ് അർത്ഥം. അടുത്തത് അഞ്ചിതം, മനോഹരം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആർത്തൻ, ആർത്തിയുള്ളവൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്നാനം, കുളി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം മിസ് ഒരു ക്ലൂ തരാം. സ്നാനമല്ല, കുളി. സ്നാനം എന്ന് വെച്ചാൽ കുളി എന്ന് തന്നെയാണ് അർത്ഥം. ബാക്കിയുള്ള 3 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് എൻ്റെ മക്കൾ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് LSS എന്തായാലും വേണം. LSSൻ്റെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, ലൈവ് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതെ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. LSSൻ്റെയും അല്ലാത്തതുമായിട്ടുള്ള വീഡിയോസ് കേട്ടോ. നമുക്ക് സ്കൂളിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിൽ എല്ലാത്തിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊന്നും മിസ്സാക്കി കളയരുത്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതും മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. യൂസ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ എങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക. താങ്ക്